ഹലോ ടു ഓൾ. ഞാനിന്ന് വന്നിരിക്കുന്നത് നമുക്ക് കുറേ അധികം എൻക്വയറീസ് കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ എല്ലാവർക്കും ഡൗട്ടുകളുടെ കൂമ്പാര പെരുമഴയാണെന്ന് പറയാം. നമുക്കിപ്പോൾ വിസ റിജക്ഷൻസിൻ്റെ ബുദ്ധിമുട്ടുകളാണ് ഇപ്പോൾ എല്ലാവരും നമ്മുടെ അടുത്ത് എൻക്വയറി ചെയ്ത് ചോദിക്കുന്നത്. അപ്പോൾ ഇനീഷ്യലായിട്ട് നമ്മൾ വിസ റിജക്ഷൻസിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചെറിയൊരു ബ്രീഫായിട്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം, അതിൻ്റെ ഐഡിയാസ് പറഞ്ഞുതരാം. പ്ലസ് നമ്മൾ നേഴ്സസിൻ്റെ നെക്സ്റ്റ് ആയിട്ട് പറയുന്നത്. നേഴ്സുമാരാണ് കൂടുതലായിട്ടും ഈ എൻക്വയറീസ് നടത്തുന്നത്, അവരുടെ ലാംഗ്വേജ് പ്രൊഫഷൻസി കാര്യങ്ങൾ ഇതിൻ്റെയൊക്കെ ആയിട്ട്. അപ്പോൾ നേഴ്സുമാരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത് BSc, പോസ്റ്റ് BSc, MSc, GNM നേഴ്സസ് ഏത് കാറ്റഗറിയിൽപ്പെട്ട നേഴ്സസ് ആണെങ്കിലും എനിക്ക് അവരുടെ അടുത്ത് ഇൻഫോം ചെയ്യാനായിട്ടുള്ളത്, നമ്മൾ 2 തരത്തിലുള്ള റിക്രൂട്ട്മെൻറ്റ്സ് ആണ് ജർമ്മനിക്ക് നേഴ്സസ്മാർക്ക് വേണ്ടി നമ്മൾ നടത്തുന്നത്. ഒന്ന് ടോട്ടൽ ഫ്രീ ആയിട്ടുള്ള റിക്രൂട്ട്മെൻറ്റ്, ഓക്കെ, വിത്ത് ഇൻ്റർവ്യൂ. ടോട്ടൽ ഫ്രീ ആയിട്ടുള്ള പാക്കേജിലാണ് വിത്ത് ഇൻ്റർവ്യൂ നമ്മൾ നടത്തുന്നത്. B1 ഫുൾ മൊഡ്യൂൾ ആയിക്കോട്ടെ, B2 ഫുൾ മൊഡ്യൂൾ ആയിക്കോട്ടെ, B2ൻ്റെ 2-3 മൊഡ്യൂളുള്ളവരായിക്കോട്ടെ, നമ്മൾ അവർക്കുള്ള ഇൻ്റർവ്യൂസ് കാര്യങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുക്കും. B2ൻ്റെ മൊഡ്യൂൾസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ എല്ലാവർക്കും വിസ റിജക്ഷൻസിൻ്റെ കാര്യങ്ങളിൽ ഒരു ഡൗട്ട് ഉണ്ടാവും. അത് ഞാൻ ഏറ്റവും ലാസ്റ്റ് അതിനെക്കുറിച്ച് പറയാം, ഓക്കെ. അപ്പോൾ നമ്മൾ B1 ഫുൾ മൊഡ്യൂൾ, B2 ഫുൾ മൊഡ്യൂൾ, B2ൻ്റെ 2-3 മൊഡ്യൂളുള്ളവരെ നമ്മൾ ഈ കാറ്റഗറിയിലേക്ക് നമ്മൾ അവർക്ക് ചെയ്ത് കൊടുക്കും. ദെൻ എന്താ പറയുക, പലരും പല ഏജൻസികളിൽ പോയിട്ട് ഇൻ്റർവ്യൂ ഫെയിലായിട്ട് നിൽക്കണവരുണ്ടാവും, നേഴ്സസ് ഉണ്ടാവും. അവർക്ക് ജർമ്മനിക്ക് വരാൻ പറ്റാണ്ട് ഇൻ്റർവ്യൂകൾ ഫെയിലാവണം. അങ്ങനെയുള്ളവർക്കും നമ്മളതിൽ സൊല്യൂഷൻ ഉണ്ട്. അതാണ് നമ്മുടെ സെക്കൻഡായിട്ടുള്ള നമ്മളെ കാറ്റഗറി. വിത്തൗട്ട് ഇൻ്റർവ്യൂ ഡയറക്റ്റായിട്ട് ജർമ്മനിയിലേക്ക് നേഴ്സായിട്ട് വരാനായിട്ടുള്ള ഓപ്ഷനും നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ 2 കാറ്റഗറിയിൽ ഉള്ള ഇതിൽക്കും നമ്മൾ ഇത് ചെയ്യുന്നുണ്ട്. ഇൻ്റർവ്യൂ ഫെയിലായിട്ട് നിൽക്കണവർക്ക് ഇൻ്റർവ്യൂ കൂടാതെ, ഒരു ഇൻ്റർവ്യൂ പോലും ഇല്ലാതെ ഡയറക്റ്റ് ജർമ്മനിയിലേക്ക് നേഴ്സായിട്ട് വരാനായിട്ടുള്ള ഓപ്ഷൻസും അവൈലബിൾ ആണ്. ഇതിലും നമുക്ക് പറയാനുള്ളത് B1 ഫുൾ മൊഡ്യൂള്, B2 ഫുൾ മൊഡ്യൂൾ ആണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. B2ൻ്റെ 2-3 മൊഡ്യൂളാണെങ്കിലും ഇൻ്റർവ്യൂ കൂടാതെ ഡയറക്റ്റ് ജർമ്മനിയിലേക്ക് വരാനായിട്ടുള്ള ഓപ്ഷൻസ് നമ്മൾ ചെയ്തു കൊടുക്കും. ഇതാണ് 2 കാറ്റഗറി ആയിട്ട് നമ്മൾ നേഴ്സുമാർക്ക് ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് നമ്മളുടെ ഓഫീസായിട്ടോ, ഐദർ ജർമ്മൻ ഓഫീസ് അല്ലെങ്കിൽ കേരളത്തിലെ ഓഫീസായിട്ടോ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ദെൻ നമ്മൾ അടുത്തത് വരുന്നത് വിസ റിജക്ഷൻസിൻ്റെ കാര്യത്തിലേക്കാണ് നമ്മൾ വരുന്നത്. വിസ റിജക്ഷൻസ് ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് കേരള, കർണാടക ആൾക്കാർക്ക് ബാംഗ്ലൂർ കോൺസുലേറ്റ് ആണ് നമുക്ക് വരുന്നത്. നമ്മുടെ വിസയ്ക്ക് വേണ്ടി സ്റ്റാമ്പ് ചെയ്യുന്ന കോൺസുലേറ്റ് വരുന്നത് ബാംഗ്ലൂർ കോൺസുലേറ്റ് ആണ്. നമ്മുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം VFS സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ പോർട്ടൽ ത്രൂ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വിസ സ്റ്റാമ്പിങ്ങിന് വേണ്ടി പോകുന്നത് ബാംഗ്ലൂർ കോൺസുലേറ്റിലേക്കാണ്. അപ്പോൾ നമ്മൾ ബാംഗ്ലൂർ കോൺസുലേറ്റിൽ ഇപ്പോൾ അവർ ചോദിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാംഗ്വേജ് പ്രൊഫഷൻസിയുടെ ഇതാണ് ചോദിക്കുന്നത്. ഇത് നേഴ്സസിനും സ്റ്റുഡൻസിനും എല്ലാവർക്കും ഹെൽപ്ഫുൾ ആവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഓപ്ഷൻ നമ്മൾ പറയുന്നത്. അതായത് നമ്മൾക്കുള്ള ഒരു ഇൻഫർമേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഇത് കൺവേ ചെയ്യുന്നത്. പലർക്കും പല ഇൻഫർമേഷൻസ് ഉണ്ടാവും. നമ്മൾ കോൺസുലേറ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ഒരു ഇൻഫർമേഷൻ വെച്ചിട്ടാണ് നമ്മളിത് നിങ്ങളുടെ അടുത്ത് കൺവേ ചെയ്യുന്നത്. ദെൻ B2ൻ്റെ 2-3 മൊഡ്യൂളുള്ളവർക്കും വിസ സ്റ്റാമ്പ് ചെയ്യും. ബട്ട് അതിന് കുറച്ച് ക്രൈറ്റീരിയാസ് അവർ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട്, മീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ ക്രൈറ്റീരിയാസ് കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ നിന്ന് ജർമ്മനിയിൽ നിന്ന് നമ്മൾ അതിൻ്റെ ഉള്ള ഡോക്യുമെൻറ്റ്സ്, പേപ്പേഴ്സ് എല്ലാം നമ്മൾ അറേഞ്ച് ചെയ്ത് കാൻഡിഡേറ്റ്സിന് കൊടുക്കും. യാതൊരു ബുദ്ധിമുട്ടില്ലാണ്ട് അവർക്ക് വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടാനായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇവിടുന്ന് ചെയ്തു കൊടുക്കും. അതിപ്പോൾ B2ൻ്റെ 2-3 മൊഡ്യൂളുള്ളവർക്കാണ് നമ്മളത് ചെയ്തു കൊടുക്കുന്നുള്ളൂ. B1ൻ്റെ മോഡുലാറുകാർക്ക് നമ്മളത് ചെയ്തു കൊടുക്കുന്നില്ല. B2ൻ്റെ 2-3 മൊഡ്യൂളുള്ള നഴ്സുമാരാണെങ്കിൽ അവർക്ക് നമ്മൾ ചെയ്തു കൊടുക്കും. പ്ലസ് ലാംഗ്വേജിൻ്റെ ഒരു ലൈസൻസിങ്, അതായത് നമ്മുടെ ലാംഗ്വേജ് എക്സാമിനേഷൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ ഒരു എക്സ്പയറി ഡേറ്റിനെ കുറിച്ചാണ് ഇപ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ട്ഫുൾ ആയിട്ടുള്ളത് നിൽക്കുന്നത്. ഇപ്പോൾ B1 ഫുൾ മൊഡ്യൂളാണെങ്കിലും B2 ഫുൾ മൊഡ്യൂളാണെങ്കിലും എല്ലാവർക്കും അതിലാണ് ഒരു കൺഫ്യൂഷനായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ എക്സാക്റ്റായിട്ട് നമ്മളൊരു ഇൻഫോ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ലാസ്റ്റ് പാസ്സായിട്ടുള്ള മൊഡ്യൂൾ, ലാസ്റ്റ് നമുക്ക് അറിയാം 4 സെക്ഷൻസ് ഉണ്ട്. അപ്പോൾ അതുപോലെ നമ്മൾ ലാസ്റ്റ് എക്സാമിനേഷൻ ഏത് ഇതിൻ്റെ ആയിക്കോട്ടെ, ഗോയിത്തെ, ടെൽകോ, SD, ECL, എനി എക്സാമിനേഷൻ കാറ്റഗറി, ഇതിൻ്റെ ലാസ്റ്റ് നമ്മൾ എക്സാം ഡേറ്റ്, പാസ്സായിട്ടുള്ള എക്സാം ഡേറ്റിൻ്റെ ഇത് വെച്ചിട്ട് 12 months, അതായത് 1 കൊല്ലത്തേക്കാണ് അവർ എക്സ്പയറി വാലിഡേറ്റ് ഇപ്പോൾ കോൺസുലേറ്റിൽ അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ ഒക്ടോബറിൽ
1-ാം തീയതി നമ്മൾ ലാംഗ്വേജ് പാസ്സായി സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത കൊല്ലം 2026 ഒക്ടോബർ ആവുമ്പോൾ എന്ത് ചെയ്യും, സെപ്റ്റംബർ 31-ാം തീയതി ആവുമ്പോൾ നമ്മുടെ ലാംഗ്വേജിൻ്റെ ഒരു എക്സ്പയറി പീരീഡ് കംപ്ലീറ്റ് ആവുമെന്നുള്ള ഇതിലാണ് അവർ കണക്ക് കൂട്ടുന്നത്. ദെൻ അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതിനെല്ലാത്തിനും സൊല്യൂഷൻസ് കാര്യങ്ങളുണ്ട്. മെയിനായിട്ട് അതിനുള്ള സൊല്യൂഷൻ എന്തിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങളിപ്പോൾ 4th മൊഡ്യൂൾ പാസ്സായി, അല്ലെങ്കിൽ നിങ്ങൾ ലാസ്റ്റ് എക്സാം പാസ്സായി, നിങ്ങൾ B2 ഫുൾ മോഡുലാർ കിട്ടി, അല്ലെങ്കിൽ B1 ഫുൾ മോഡുലാർ കിട്ടി, നിങ്ങൾ ഒരു 12 months ആയി, നിങ്ങൾക്ക് സാധിച്ചില്ല, നിങ്ങൾക്ക് ജർമ്മനിയിലേക്ക് പോരാനായിട്ട് ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ഓപ്ഷൻസ് കാര്യങ്ങളൊന്നും സെറ്റായില്ല, നിങ്ങൾക്ക് പോരാനായിട്ട് സാധിച്ചില്ല, നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് 12 month തൊട്ട് 24 month വരെ നിങ്ങൾക്ക് ജർമ്മനിയിലേക്ക് വരാനായിട്ട് സാധിക്കും. ദെൻ 24 month തൊട്ട് 36 month വരെയാണ്, അതായത് 1 കൊല്ലം തൊട്ട് 2 കൊല്ലം വരെ ആണെങ്കിലും വരാൻ സാധിക്കും, 2 കൊല്ലം തൊട്ട് 3 കൊല്ലം വരെ ആണെങ്കിലും വരാൻ സാധിക്കും. സ്റ്റുഡൻസിനെ സംബന്ധിച്ച് 2 കൊല്ലം വരെയാണ് മാക്സിമം വരാനായിട്ടുള്ള ഒരു ഇത് സാധിക്കുള്ളൂ. ദെൻ നഴ്സസിനെ സംബന്ധിച്ച് ജോബ് കാറ്റഗറിയാണ് ഇത്, മെയിൻലി നഴ്സസാണ് ചോദിക്കുന്നതുകൊണ്ടും നഴ്സസിനെ സംബന്ധിച്ച് അവർക്ക് 3 കൊല്ലം വരെയുള്ള ഇതിലേക്ക് വാലിഡിറ്റി കിട്ടും. അതായത് ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് 1 കൊല്ലം കഴിഞ്ഞ് എക്സ്പയറി ആയി കഴിഞ്ഞു എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു എന്താ പറയുക 12 മാസം തൊട്ട് 24 മാസം വരെയുള്ള ടൈം പീരീഡിലാണ് നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്യുന്നത്, അതല്ലെങ്കിൽ നിങ്ങൾ പോരാനായിട്ടുള്ള കാര്യങ്ങൾ റെഡി ആവുന്നത്, വിസയ്ക്ക് വെക്കാൻ പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിർബന്ധമായും കമ്പൽസറി ആയിട്ടും ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് അതല്ലെങ്കിൽ നിങ്ങളുടെ എംപ്ലോയറുടെ കയ്യിൽ നിന്നും ഒരു ലെറ്റർ വാങ്ങിക്കണം. അവരുടെ ലെറ്റർ പാഡിൽ അവർ സർട്ടിഫൈ ചെയ്യണം, ഇന്ന ദിവസം നിങ്ങൾക്ക് അവർ ഇൻ്റർവ്യൂ നടത്തി നിങ്ങളുടെ ലാംഗ്വേജ് അപ് ടു ഡേറ്റ് ആണ്, ഓക്കെ ആണ്, പ്ലസ് നിങ്ങൾ ഇവിടുത്തെ ഡ്യൂട്ടീസ് കാര്യങ്ങളെല്ലാം ഫുൾഫിൽ ചെയ്യാനായിട്ട് നിങ്ങൾ കേപ്പബിൾ ആണെന്നുള്ള കാര്യം എന്ത് ചെയ്യണം, അവരതിൽ സർട്ടിഫൈ ചെയ്ത് അവർ നമുക്കൊരു ഡോക്യുമെൻറ്റ് തരണം. ആ ഡോക്യുമെൻറ്റ് നമ്മൾ വിസയ്ക്ക് വെക്കുമ്പോൾ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് വിസ റിജക്ഷൻസ് കാര്യങ്ങൾ ഉണ്ടാവില്ല. ഒരു 12 to 24 month വരെ, അതായത് 1 കൊല്ലം തൊട്ട് 2 കൊല്ലം വരെയുള്ള സ്റ്റുഡൻസിൻ്റെ കാര്യമാണ്, സർട്ടിഫിക്കറ്റിൻ്റെ വാലിഡിറ്റി വരുന്ന സ്റ്റുഡൻസിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഇതുപോലെ തന്നെയാണ് നഴ്സസിനും 1 കൊല്ലം തൊട്ട് 3 കൊല്ലം വരെയുള്ള നഴ്സസിനാണെങ്കിലും അവരുടെ എംപ്ലോയീസിൻ്റെ കയ്യിൽ നിന്ന് അവർക്ക് ഇൻ്റർവ്യൂ നടത്തി അവരുടെ ലാംഗ്വേജ് ഓക്കെ ആണ്, അപ് ടു ഡേറ്റ് ആണെന്നുള്ള ഒരു സർട്ടിഫിക്കേഷൻസ് കാര്യങ്ങൾ പ്രൊവൈഡ് ആണെങ്കിൽ നഴ്സസിനും എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, ഈ ലാംഗ്വേജ് എക്സ്പയറിയുടെ ഒരു ഇതിൽ നിന്ന് കട്ട് ഓഫ് ആയിട്ട് അവർക്ക് നമുക്കത് ടാക്കിൾ ചെയ്ത് കയറി പോരാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് ആക്ച്വലി ഇതിൻ്റെ ഒരു വശം എന്ന് പറയുന്നത്. അതല്ലാണ്ട് എല്ലാവർക്കും റിജക്ഷൻസ് കാര്യങ്ങളല്ല, നമ്മൾ പ്രോപ്പറായിട്ട് ഡോക്യുമെൻറ്റേഷൻ കാര്യങ്ങൾ ഫയൽ ചെയ്ത് പ്രോപ്പറായിട്ടുള്ള ഫോർമാലിറ്റീസ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓക്കെ ആയിട്ട് കിട്ടും. ദെൻ ഇപ്പോൾ മൊഡ്യൂൾ ഇല്ലാത്ത ഇത് ഫുൾ മൊഡ്യൂൾ ഇല്ലാത്ത കാൻഡിഡേറ്റ്സിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ജർമ്മനിയിൽ മോസ്റ്റ് പ്രോബബിളി മിക്ക ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇപ്പോൾ സ്റ്റഡീസിന് പറഞ്ഞ സ്റ്റുഡൻസിനാണെന്ന് വെച്ചാൽ മിക്ക ഇൻസ്റ്റിറ്റ്യൂഷൻസും അവർ ചോദിക്കുന്നത് ഫുൾ മോഡുലാറാണ്. വേറെ ഒന്നും കൊണ്ടല്ല, ഇവിടെ വന്നിട്ട് സ്റ്റുഡൻസിന് പഠിച്ചെടുക്കാനായിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും ബുദ്ധിമുട്ടുകൾ വരുന്നു, ലാംഗ്വേജിൻ്റെ ബുദ്ധിമുട്ട് വരുന്നതുകൊണ്ട് പഠിച്ചെടുക്കാനൊക്കെ ആയിട്ട് അവർക്ക് പഠിക്കാനായിട്ട് കാര്യങ്ങൾക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകൾ അവർ ഫീൽ ചെയ്യുന്നുണ്ട്. എക്സാമിനേഷനിലൊക്കെ ഒരു പെർഫോമൻസൊക്കെ അവരെ കുറച്ച് കുറയുന്നുണ്ട്. അത് ഈ ലാംഗ്വേജിൻ്റെ ഒരു എഫിഷ്യൻസി ഇല്ലാത്തതായിട്ട് അതിൻ്റെ ബുദ്ധിമുട്ടായിട്ടാണ് ഇവിടുത്തെ ഗവൺമെൻറ്റും അതോറിറ്റീസും അത് കണക്കാക്കുന്നത്. അത് സ്റ്റുഡൻസിൻ്റെ അടുത്ത് അവർ കൗൺസിലിംഗ് നടത്തി കഴിയുമ്പോൾ സ്റ്റുഡൻസും പറയുന്നത് ഇതാണ്, ഞങ്ങൾക്ക് ലാംഗ്വേജിലുള്ള ഡിഫിക്കൽട്ടീസ് കാരണമാണ് സ്റ്റഡീസ് പ്രോപ്പറായിട്ട് ടേക്കപ്പ് ചെയ്യാൻ സാധിക്കാത്തത്. അപ്പോൾ അതുകൊണ്ടാണ് ഫുൾ മോഡുലർ കാൻഡിഡേറ്റ്സിനെ കൂടുതലായിട്ട് ഇപ്പോൾ പ്രിഫർ ചെയ്യുന്നത്. 3ഉം 2ഉം മോഡുലാർസ് ഉള്ളവരൊക്കെ അത്രത്തോളം പ്രിഫറൻസ് കൊടുക്കാത്തത്. എന്നാലും ഉള്ള കാൻഡിഡേറ്റ്സിന് ഇപ്പോഴും മോസ്റ്റ് ബിൽഡിങ്ങിനുള്ള പോസിബിലിറ്റീസും അവൈലബിലിറ്റീസും ഒക്കെ നമുക്കുണ്ട്. ദെൻ അങ്ങനെയുള്ളവർക്കും ഡോക്യുമെൻറ്റേഷൻസ് കാര്യങ്ങൾ ഉണ്ട്. ഇതുകൾ ടാക്കിൾ ചെയ്യാനായിട്ട് ലാംഗ്വേജിൻ്റെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ടാക്കിൾ ചെയ്യാനായിട്ടുള്ള ഡോക്യുമെൻറ്റേഷൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാനായിട്ടുണ്ട്. ആ ഡോക്യുമെൻറ്റേഷൻസ് കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും വിസ കാര്യങ്ങൾ ഇതയും. മെയിനായിട്ടും നമ്മളെ ഡോക്യുമെൻറ്റേഷനിൽ നിന്ന് വരുന്ന നമ്മളെ എംപ്ലോയറുടെ സപ്പോർട്ടും ദെൻ നമ്മുടെ മോട്ടിവേഷൻ ലെറ്റർ, നമ്മുടെ കവർ ലെറ്റർ, ഇതനുസരിച്ചാണ് എന്താണ് നമ്മുടെ വിസ കാര്യങ്ങൾ സ്റ്റാമ്പ് ചെയ്യുന്നതും നമുക്ക് എത്രയും പെട്ടെന്ന് ജർമ്മനിക്ക് പോരാനായിട്ടുള്ളതും സാധിക്കുന്നു. നമ്മളെങ്ങനെ നമ്മളെ തന്നെ പ്രസൻറ്റ് ചെയ്യുന്നു, നമ്മളെ തന്നെ കൺവേ ചെയ്യുന്നു വിസ ഓഫീസറുടെ അടുത്ത്, അതനുസരിച്ചാണ് നമ്മുടെ വിസ ചാൻസസ് കൂടുതലാവുന്നത്. ദെൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തത് ഇവിടേക്ക് ജർമ്മനിയിലേക്ക് പഠിക്കാൻ വരുന്ന സ്റ്റുഡൻസിനുള്ള അപ്ഡേറ്റ് ആണ്. നമുക്ക് 1 year നഴ്സിംഗ് അസിസ്റ്റൻറ്റ് പ്രോഗ്രാം 2027 തൊട്ട് അത് നിർത്തലാക്കുകയാണ്. അതാണ് മേജറായിട്ട് വരുന്ന ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത്. 2027 തൊട്ട് 1 yearൻ്റെ
പ്രോഗ്രാം നിർത്തലാക്കുകയാണ്. 1 ഇയറിൻ്റെ ഹൗസ് ബിൽഡിംഗ് നഴ്സിംഗ് അസിസ്റ്റൻറ്റ് പ്രോഗ്രാം നിർത്തലാക്കുകയാണ്. അതായത് 12 മന്ത്സിൻ്റെ 1 ഇയറിൻ്റെ ഹൗസ് ബിൽഡിംഗ് അസിസ്റ്റൻറ്റ് പ്രോഗ്രാം നിർത്തലാക്കിയിട്ട് അത് 2027 തൊട്ട് 1.5 കൊല്ലത്തേക്ക് ഗവൺമെൻറ് കൺവേർട്ട് ചെയ്യുകയാണ്. 1 കൊല്ലത്തെ പ്രോഗ്രാം 6 മാസം കൂടി കൂട്ടി 1.5 കൊല്ലമാക്കി മാറ്റാണ്. അപ്പോൾ നഴ്സിംഗ് അസിസ്റ്റൻറ്റ് പ്രോഗ്രാം ചെയ്യാനായിട്ട് താല്പര്യപ്പെട്ട് നിൽക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് 2026 ബാച്ചുകളിലൊക്കെ അഡ്മിഷൻസ് നേടി കയറി പോരാനായിട്ട് ശ്രമിക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2027 തൊട്ടാവുമ്പോൾ 1 കൊല്ലത്തിൻ്റെ ഒപ്പം ഒരു 6 മാസം കൂടി കൂടാണ്. 1.5 കൊല്ലമായിട്ട് അത് എക്സ്പാൻഡ് ആവുകയാണ്. അതാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഗവൺമെൻറ് സോഴ്സസിൽ നിന്ന് വരുന്ന അപ്ഡേഷൻസ്. ഇൻസ്റ്റിറ്റ്യൂഷൻസിന് കാര്യങ്ങൾക്കെല്ലാം ഈ അറിയിപ്പ് പോയി കഴിഞ്ഞു. ഓൾറെഡി അവരുടെ കരിക്കുലവും അവരുടെ ടൈം ടേബിൾ കാര്യങ്ങളൊക്കെ അതനുസരിച്ച് ഷെഡ്യൂൾ ചെയ്യാനായിട്ടുള്ള ഒരു ഇൻഫോ ഇപ്പോൾ പുതിയ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് പോയി കഴിഞ്ഞു. അപ്പോൾ ഇത്രത്തോളമാണ് ഈ ഒരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ജർമ്മൻ ഓഫീസ് നമ്പറുമായിട്ടോ കേരളത്തിലെ ഓഫീസ് നമ്പറുമായിട്ടോ ബന്ധപ്പെടാം. നേഴ്സസിന് ഡയറക്റ്റായിട്ട് ഇൻ്റർവ്യൂ ഇല്ലാതെ ജർമ്മനിലേക്ക് വരാനും ഇൻ്റർവ്യൂയോട് കൂടിയിട്ടും ജർമ്മനിലേക്ക് വരാനുള്ള ഓപ്ഷൻസ് കാര്യങ്ങൾ അവൈലബിൾ ആണ്. ഫുൾ മോഡുലാർ ഉള്ളവർക്കും B1 B2 ഫുൾ മോഡുലാർ ഉള്ളവർക്കും B1 B2ൻ്റെ ഫുൾ മോഡുലാർ ഉള്ളവർക്കും മാത്രമായിട്ടല്ല നമ്മൾ പറയുന്നത്, B2ൻ്റെ 2-3 മോഡ്യൂൾ ഉള്ളവർക്കും ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നമ്മളുടെ ഓഫീസായിട്ട് കോൺടാക്റ്റ് ചെയ്യാം. ജർമ്മൻ ഓഫീസ് നമ്പറും നമ്മൾ കൊടുക്കുന്നുണ്ട്, കേരളത്തിലെ ഓഫീസ് നമ്പറും നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള എല്ലാവരും കോൺടാക്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിലും നമ്മുടെ ഓഫീസ് നമ്പേഴ്സുമായിട്ട് കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു ഇൻഫർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ചൂസ്.